ഇവൻ സത്യം പറഞ്ഞ സ്റ്റോറിന്റെ ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം ഇവന്റെ ഫ്രണ്ട്സുമായിട്ട് നടത്തുന്ന കാര്യങ്ങൾ ഈ സ്റ്റോറി പബ്ജി സ്റ്റോറി ഇങ്ങനത്തെ കുറെ ബിസിനസിന്റെ സാധനമില്ലേ, അതിൽ ഇവൻ എന്റെ അക്കൗണ്ടിൽ തന്നെ എടുത്ത് സ്റ്റോറി ഇടലുണ്ട്. അപ്പൊ ഇവന് സാഹിബിന്റെ അക്കൗണ്ടിൽ സ്റ്റോറി ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ നീ ഇട്ടപ്പം ഓമിനെ വേണ്ടെന്ന് പറഞ്ഞില്ല, അതാണ് സംഭവം. യൂട്യൂബിന്റെ പേയ്മെന്റ് കിട്ടിയില്ല, മാസം അവസാനം യൂട്യൂബ് വേസ്റ്റ് കിട്ടും, അപ്പൊ കിട്ടുമ്പോൾ തരാം. കിട്ടുമ്പോ തരാന്ന് പറഞ്ഞോ? ആ സാഹിബെ കിട്ടുമ്പോ തരാന്ന് നീ അവനോട് പറഞ്ഞോ? പിന്നെ പറഞ്ഞ ഫസ്റ്റ് 3 തരാം. വെരിഫൈഡ് അല്ല 5 പറഞ്ഞത്, വെരിഫൈഡ് 15 പറഞ്ഞപ്പോൾ സായിപ്പ് പറഞ്ഞത് ഇപ്പൊ വേണ്ടി കുറച്ച് ഷോർട്ടാണ് പറഞ്ഞത്. എന്റെ പൊന്ന് സാഹിബെ 5000 രൂപ 10,000 രൂപ അടിയാക്കല കൊടുത്ത ഒഴിവാക്കടാ. അല്ല ഞാൻ കൊടുക്കാം, എടാ കുഴപ്പമില്ല ഞാൻ കൊടുക്കാം സാഹിബെ. എടാ കുഴപ്പമില്ല, എടാ സാഹിബെ കുഴപ്പമില്ല ഞാൻ കൊടുത്തോളാം, അത് വിട്. ഞാൻ സായിപ്പിനെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചോ? ഞാൻ പിന്നെ അടുത്ത് വിളിച്ച് ബുദ്ധിമുട്ടിച്ചില്ലല്ലോ. ഞാൻ ചുമ്മാ ഇത് അങ്ങനെ സംഭവം എടാ സംഭവം തന്നെ സാഹിബെ, ഞാൻ വെറുതെ നിന്നൊന്ന് ചൂടാക്കാൻ ചേച്ചിട്ട് ഇട്ടതാ വിഷയം, വലിയ പ്രശ്നമൊന്നുമില്ല. അവൻ അങ്ങനെ പറഞ്ഞിട്ടാണ് അവൻ പറയുന്നത്, അത് പോട്ടെ എന്തായാലും കുഴപ്പമില്ല വിട്. തുപ്പി തോക്കുമെന്ന് കണ്ടപ്പോൾ വിഷയം മാറ്റി അങ്ങനെയല്ല സാഹിബ്. ഞാൻ കാര്യം ഞാൻ ജസ്റ്റ് കോമഡിക്ക് വിഷയം ഞാൻ എടുത്തിട്ടുള്ളൂ, ഞാൻ അങ്ങനെ വിഷയം മാറ്റിയൊന്നല്ല കേട്ടോ. 18 രാത്രി 11 മണി പവറുണ്ട് ഞാൻ കേട്ടു. 18 കൺഫേം. ഓക്കെ എടാ ക്ലാസ്സിൽ കളിക്കുന്ന ഓക്കെ എന്ത് മാസം കേട്ടില്ല, എന്ത് ഓർമ്മയിലിരുന്നോന്ന്? ഓക്കെ ശരിയാണോ? ശരി എന്തായാലും സാഹിബ് ജയിക്കും. നിനക്കൊരു